ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സ്വിംഗ് ട്രേഡിനെ പറ്റിയിട്ടാണ്. എന്താണ് സ്വിംഗ് ട്രേഡ് എന്ന് നമ്മൾ മുമ്പ് പറഞ്ഞു. അതായത് 4 ട്രേഡിംഗ് സ്റ്റൈലിലെ ഒരു ട്രേഡിംഗ് സ്റ്റൈലാണ് സ്വിംഗ് ട്രേഡ് എന്ന് പറയുന്നത്. കുറച്ച് ദിവസങ്ങളിലെയോ ആഴ്ചകൾ വരെയോ നീണ്ടു നിൽക്കുന്ന അല്ലെങ്കിൽ ഒരു കോയിൻ വാങ്ങി ഹോൾഡ് ചെയ്ത് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുകയും എക്സിറ്റ് ചെയ്യുകയും ചെയ്യുന്ന രീതിയാണിത്. ഡെയിലി ജോബ്സിന് പോകുന്നവർക്ക് സൂട്ടബിൾ ആയിട്ടുള്ള ഒരു ട്രേഡിംഗ് രീതിയാണിത്. സ്മോൾ ആൻഡ് മീഡിയം പ്രോഫിറ്റ് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് സ്വിംഗ് ട്രേഡ് തിരഞ്ഞെടുക്കുന്നത്. ഉയർന്നും താഴ്ന്നും മുന്നോട്ട് പോകുന്ന കോയിൻസാണ് സ്വിംഗ് ട്രേഡിനായി തിരഞ്ഞെടുക്കുന്നത്. കോയിൻസിൻ്റെ മൂവ്മെൻറ്റ്, കോയിൻസിൻ്റെ വോളിയം എന്നിവ നോക്കിയാണ് സ്വിംഗ് ട്രേഡിന് അനുയോജ്യമായിട്ടുള്ള കോയിൻസ് തിരഞ്ഞെടുക്കുന്നത്. ഹൈ മൂവ്മെൻറ്റ്, ഹൈ വോളിയമുള്ള കോയിനുകളാണ് ഇതിനായി നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. സ്വിംഗ് ട്രേഡിൻ്റെ ബെനിഫിറ്റ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഓവർ ട്രേഡ് ചെയ്യാത്തത് കൊണ്ട് തന്നെ ട്രേഡിൽ ഇമോഷണൽ കൺട്രോൾ ചെയ്യാനായിട്ട് നമുക്ക് ഇതിന് സാധിക്കുന്നു. പിന്നെ പ്രധാനമായും നമുക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യം, ഡെയിലി ജോബ്സിന് പോകുന്ന ആളുകൾക്ക് സൂട്ടബിളായിട്ടുള്ള ഒരു ട്രേഡിംഗ് മെത്തേഡാണ്. അല്ലെങ്കിൽ ഡെയിലി എന്തെങ്കിലും വർക്ക് ചെയ്യുന്നവർക്ക്, സ്റ്റഡി ചെയ്യുന്നവർക്ക്, അങ്ങനെയുള്ളവർക്കും സൂട്ടബിളായിട്ടുള്ള ഒരു ട്രേഡിംഗ് മെത്തേഡാണ് സ്വിംഗ് ട്രേഡ് എന്ന് പറയുന്നത്. സ്മോൾ ആൻഡ് മീഡിയം പ്രോഫിറ്റ് ഫോക്കസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ പ്രോഫിറ്റ് ഉണ്ടാക്കാനുള്ള സാധ്യത ഈ ഒരു സ്റ്റൈൽ ട്രേഡിൽ കൂടുതലാണ്. സ്വിംഗ് ട്രേഡ് മെയിൻലി യൂസ് ചെയ്യുന്നത് TA ആണ്. ടെക്നിക്കൽ അനലൈസ് പ്രകാരമാണ് ഇതിൽ നമ്മൾ ട്രേഡ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഡിസ്അഡ്വാൻറ്റേജസ് ആയിട്ട് നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, പ്രോഫിറ്റിനായിട്ട് നമ്മൾ ഒരുപാട് കാത്തിരിക്കേണ്ടതായിട്ട് വരുന്നു. ഹൈ വോളറ്റിലിറ്റി ഉള്ള മാർക്കറ്റ് ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ കാത്തിരിക്കുന്നത് ഒരു തരത്തിൽ നല്ല റിസ്കി ഉള്ള കാര്യം തന്നെയാണ്. എങ്ങനെ സ്വിംഗ് ട്രേഡ് ചെയ്യാം? സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ബ്രേക്കൗട്ട്, പ്രൈസ് ചാനൽ ബ്രേക്കൗട്ട്, പാറ്റേൺ ട്രേഡിംഗ്, ഈ മെത്തേഡ്സൊക്കെയാണ് നമ്മൾ സ്വിംഗ് ട്രേഡ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്.